നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാൻ US സംഘർഷത്തിനും പരിഹാരമുണ്ടായേക്കും എന്നാണ് പുതിയ റിപ്പോർട്ട്. US മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും ചില നടപടികൾ ശുഭ സൂചകങ്ങളാണ് എന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലേക്കുള്ള ഖത്തർ LNG ടാങ്കറിന് ഹോർമുസ് കടക്കാൻ ഇറാൻ അനുവാദം നൽകി എന്ന വാർത്തയാണ് രാജ്യാന്തര തലത്തിൽ നിക്ഷേപകരെ ആവേശത്തിലാക്കിയിരിക്കുന്നത്. US-ഉമായുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഖത്തറുമായും പാകിസ്ഥാനുമായും കൂടുതൽ അടുക്കാനാണ് ഇറാന്റെ നീക്കമെന്നാണ് ഈ വിലയിരുത്തൽ. അതായത് ലോകത്തിന് ആവശ്യമായ ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങളുടെ 5-1 കടന്നുപോയിരുന്ന പാതയായ ഹോർമോസിൽ കാര്യമായ സംഭവങ്ങളൊന്നുമില്ലാതെ 2 ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇതുവഴി കപ്പൽ നീക്കം സാധാരണ നിലയിലായിട്ടില്ല എന്നത് വാസ്തവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ US-ഇറാൻ സംഘർഷമുണ്ടായി എങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ തടുത്തു. അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ട്രംപിന്റെ ചൈന സന്ദർശനത്തിന് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് നിലവിൽ US നാവികസേനയുടെ ഉപരോധം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇറാനിലേക്ക് കപ്പലുകൾക്ക് പ്രവേശിക്കുവാനോ ഇറാന്റെ കപ്പലുകൾക്ക് പുറത്തു കടക്കുവാനോ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇത് എണ്ണ കയറ്റുമതി രാജ്യമായ ഇറാന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അടുത്ത 4 മാസത്തേക്ക് കൂടി ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ നിലവിലെ നാവിക ഉപരോധം മതിയാകില്ല എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലുണ്ട്. യുക്രൈനുമായി യുദ്ധം അവസാനിപ്പിക്കാറായി എന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവനയും വിപണിയിൽ നിർണായകമാവുകയാണ്. ഇരു രാജ്യങ്ങളും മെയ് 9 മുതൽ 11 വരെ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട്. ഇതിനു ശേഷവും സമാധാന ശ്രമങ്ങൾ തുടരുമെന്നാണ് കരുതുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുമായി സുരക്ഷാ വിഷയങ്ങൾ ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറെ കാലമായി തുടരുന്ന യുദ്ധം റഷ്യൻ സാമ്പത്തിക മേഖലയിൽ വലിയ തിരിച്ചടിയായിരുന്നു. നേട്ടം കുറച്ച അവസാന ദിനങ്ങൾ ഇപ്രകാരമായിരുന്നു. അതായത് തുടർച്ചയായ 2ാമത്തെ ആഴ്ചയും ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിലായിരുന്നു. സെൻസസ് 0.53%, നിഫ്റ്റി 0.76% നേട്ടത്തിലായിരുന്നു. അവസാന 2 ദിവസങ്ങളിൽ വിപണിയിൽ ഉണ്ടായിരുന്ന ഇടിവ് നേട്ടത്തിന്റെ മാറ്റുകുറച്ചു. ഇറാൻ US സംഘർഷത്തിന് പരിഹാരം കാണുന്നത് വൈകുമെന്ന റിപ്പോർട്ടുകളാണ് ഈ വിപണിക്ക് തടസ്സമായി മാറിയത്. ഇരു സൂചികകളും 0.6% വീതം ഇടിഞ്ഞു താഴ്ന്നു. 516 പോയിന്റ് നഷ്ടത്തിൽ സെൻസസ് 77,328.19 നിഫ്റ്റി ആകട്ടെ 150.5 പോയിന്റ് കുറവിൽ 24,176.15 ഇറാൻ US വിഷയത്തിൽ ജാഗ്രത പാലിച്ച നിക്ഷേപകർ ചില മേഖലകളിൽ മാത്രമാണ് ഓഹരി വാങ്ങൽ നടത്തിയത്. ഒരൽപ്പം കുറഞ്ഞു എങ്കിലും ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 തുടർന്ന് നിക്ഷേപകരെ ആശങ്കയിലാക്കി. എന്തായാലും രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിൽക്കുന്നത് വിപണിക്ക് ഭീഷണിയാണ്. WTI ബാരലിന് $95.42, മർബൻ $98.82 കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപാരം നടന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $101.3 ഉയർന്നിരുന്നു. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവും പണപ്പെരുപ്പ നിരക്കും കൂട്ടുമെന്ന ആശങ്ക ശക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുന്ന പണപ്പെരുപ്പ കണക്കുകൾ മുൻമാസങ്ങളെക്കാൾ കൂടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇത് വിപണിയിലെ ഡിമാൻഡിനെയും കമ്പനികളുടെ പ്രവർത്തന ലാഭത്തെയും ബാധിക്കുവാനും ഇടയാക്കും. അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്തുവാനാണ് റിസർവ് ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ ഇനി എങ്ങനെയൊക്കെ ഓഹരി വിപണിയെ ബാധിക്കും എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.